ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാളായിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച് വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോ ആദ്യം എഡിറ്റ് ചെയ്ത് ചെല്ലാം വെക്കും, പിന്നെയാണ് കേട്ടോ വോയിസ് ഓവറൊക്കെ കൊടുക്കാറുള്ളത്. അപ്പം ഏകദേശം എൻ്റെ ചാനൽ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായതാണ് കേട്ടോ. ആ ടൈമിലാണ് കേട്ടോ എനിക്കിപ്പം ഇങ്ങനെ വീഡിയോ ഒരുപാട് ലേറ്റായി പോയിട്ടാ. പിന്നെ വീഡിയോ ഇടാണ്ടിരിക്കാനുള്ള കാരണങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പം നാട്ടിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം നാട്ടിൽ പോകുന്നതിന് വേണ്ടി ഇച്ചിരി പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു കേട്ടോ, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഹസ്ബൻഡിൻ്റെ പുതിയണിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിൻ്റെ ആയാലും ഗോൾഡിൻ്റെ ആയാലും എല്ലാം പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫാമിലിയെല്ലാം ഒന്നാകെയാണ് കേട്ടോ പോകുന്നത്, നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അടിപൊളി ഫ്ലൈറ്റ് യാത്രയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒന്നാമത് കല്യാണത്തിന് പോകുന്നതിനുള്ള സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അടിപൊളി എൻജോയ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും രാത്രിയായിരുന്നു കേട്ടോ നമ്മളെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. लगा हुआ है। हम आपके रजिस्टर्ड ईमेल आईडी और फोन नंबर पर भेजे गए फॉर्म की आपकी फीडबैक की प्रतीक्षा करेंगे। अगर यहाँ से संबंधित शिकायत निवारण के लिए हमारे एमएस के नोडल ऑफिसर से nodal@arindiaexpress.in या आप इन्हें अथॉरिटी update.arindiaexpress.in पर लिख सकते हैं। पाटोड़े पर भी उपलब्ध है। इसके अलावा www.ac1.gov.in धन्यवाद। Journalists may not to take off that your seat is upright is securely fastened seating of your You are also requested to sit in armrest. Please sit in baggage. ഇത്ര ചെറുങ്ങനെയാ. Also for the looking forward your feedback is sending to registered email ID and phone number. If you have any other reference, please do share with അപ്പം നമ്മൾ അങ്ങനെ ഫുഡെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ. പിന്നെ നമ്മൾ രാവിലെയാണ് കേട്ടോ എത്തുന്നത്. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 4:30 ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ നാട്ടിൽ മംഗലാപുരമായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അപ്പം രാവിലെ ആയിരുന്നു കേട്ടോ മംഗലാപുരത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതായിരുന്നു കേട്ടോ പൈലറ്റിനെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അടുത്ത് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ഹസ്ബൻഡിൻ്റെ അങ്ങനെ തന്നെയാണ് ആയിരുന്നു കേട്ടോ കൂട്ടാൻ വരുന്നുണ്ടായത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ അനിയനെല്ലാം വന്ന് നമ്മൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നിട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ നാട്ടിലെത്തി. അൽഹംദുലില്ലാ നല്ല അടിപൊളി യാത്രയായിരുന്നു. പിന്നെ ഇതാ ഇങ്ങനെ പൊട്ടിക്കലെല്ലൊക്കെ ആയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും വീടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ മോള് അങ്ങനെ പെട്ടിയെല്ലാം പൊട്ടിക്കുന്നതാണ് കേട്ടോ. എത്രയും നാട്ടിലില്ലാത്ത ഒരു പൊട്ടിക്കലെന്നെല്ലാം പറയുമ്പോൾ ഒരു ഇതന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് പോയിട്ടുണ്ടായത്. അവിടെ വീട്ടിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇൻറ്റീരിയൽ വർക്കും അതും ഇതെല്ലാം. അപ്പം പര പുതുക്കുന്നതിൻ്റെ ഇതായിട്ട് ആയിരുന്നു കേട്ടോ. അപ്പം എന്തെല്ലോ ഇങ്ങനെ ഫ്രെയിം അങ്ങനത്തെ എല്ലാം തൂക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീട് സെറ്റാക്കാനുണ്ടായിരുന്നു കേട്ടോ. പുതിയ വീടാക്കിയതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ സെറ്റാക്കി. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഉണ്ടായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ എടുക്കുമ്പോൾ ചോദിച്ചൊന്ന് ഈ വീഡിയോ എടുത്താലൊന്ന്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ല വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ ഒരു നല്ലൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം കല്യാണം 2 ദിവസം ഇങ്ങനെ വാടാന്ന് കേട്ടോ കല്യാണം. അപ്പം എല്ലാം മൊത്തത്തിൽ തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ തിരക്കും പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന തിരക്കും എല്ലാം കൂടി ആയിട്ട് ഒന്നിനും സമയം കിട്ടിയിട്ടാ.
അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്ന് നമ്മളെ എല്ലാ പാത്രങ്ങളും എല്ലാം സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ. ഏറ്റവും പണി ഉണ്ടായത് കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൽ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കാനായിരുന്നു കേട്ടോ വലിയ പണി ഉണ്ടായിരുന്നത്. ഇത് നമ്മളെ പഴയ പരയാണ് കേട്ടോ. പക്ഷേ പഴയ പര കുറേ കൂട്ടിയെടുത്തിട്ട് അങ്ങനെ ഇതാക്കിയാണ് കേട്ടോ. ഫുള്ള് അടിപൊളി പരയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫുള്ള് വീഡിയോയിൽ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഫുൾ ഫിനിഷ് ആക്കിയിട്ടല്ലോ, പക്ഷേ സമയം തീരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ദുബായിലൊക്കെ നിൽക്കുന്നവർക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്തിട്ടാ. അപ്പോൾ താഴത്തെ ക്ലീനിങ്ങെല്ലാം ചെയ്തിട്ട് മേലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ മേലെയും എന്തെല്ലോ ക്ലീനിങ്ങെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ്ങെല്ലാം ഏകദേശം എല്ലാം മേലെല്ലാം ഫിനിഷാക്കിന് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ രാത്രി എടുത്തിട്ടുണ്ടായ വീഡിയോ ആണ് കേട്ടോ. രാത്രി 2 മണി ആ ഒരു ടൈമെല്ലാം മൊത്തം ക്ലീനെല്ലാം ആക്കിയിട്ട് കിടക്കുമ്പോഴത്തേക്ക് നല്ലോണം ടൈമായിരുന്നു കേട്ടോ. ആകെ ടയേർഡായിരുന്നു. ഇനിയും രാവിലെ കുറച്ച് പണിയും അതുതെല്ലാം ഉണ്ടത്ര കേട്ടോ. അപ്പം അതുകൊണ്ട് ഫുള്ളായിട്ട് വൃത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഏകദേശം എല്ലാം വൃത്തിയാക്കി പൊടിയും പിന്നെ കുറച്ച് സെറ്റാക്കാണ്ട് താഴത്തെല്ലാം മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേലെയുള്ളത് അങ്ങനെ സെറ്റാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് രാവിലെ അതിൻ്റെ മേലുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. വീഡിയോ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അവസാനം ലാസ്റ്റ് ഫിനിഷ് അതിന് ശേഷമുള്ളത് ഇതാണ് കേട്ടോ. ഏകദേശം ഫിനിഷായി പിന്നെ കേട്ടോ. ഇനി മേലെ കുറച്ച് ഫർണിച്ചർ ഇടുന്ന ആ ഒരു ജോലി ഫിറ്റാക്കുന്ന അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫുൾ ഫിനിഷ് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ രാവിലെ എല്ലാം ഇങ്ങനെ പുറത്ത് നിന്നിട്ട് കിച്ചണ് ശരിയാവാത്തതുകൊണ്ട് പുറത്ത് നിന്നിട്ട് ഫുഡെല്ലാം ആക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.